സ്കൂൾ കുട്ടികൾക്ക് മുമ്പിൽ നഗ്നത പ്രദർശനം നടത്തിയതിന് നടൻ ശ്രീജിത്ത് രവിക്കെതിരെ പോലീസ് അന്വേഷണം. കുറച്ച് പെൺകുട്ടികൾ പോലീസിന് നൽകിയ പരാതി അടിസ്ഥാനമാക്കിയാണ് ഈ അന്വേഷണം. പെൺകുട്ടികൾ കാറിൻ്റെ നമ്പർ പോലീസിന് കൈമാറി നടത്തിയ അന്വേഷണത്തിൽ വാഹനം നടൻ ശ്രീജിത്ത് രവിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് നടൻ്റെ പേരിൽ അന്വേഷണമുണ്ടായത്. എന്നാൽ വാഹനത്തിലെത്തിയത് ശ്രീജിത്ത് തന്നെയാണോ എന്ന കാര്യം ഇതുവരെ തീർച്ചയാക്കിയിട്ടില്ല. അങ്ങനെ ഒരു നടനെതിരെ വന്ന വാർത്ത എല്ലാവരിലും ഞെട്ടലുണ്ടാക്കി. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ശ്രീജിത്ത് രവി പ്രതികരിക്കുകയുണ്ടായി. പോലീസ് പറയുന്ന സംഭവത്തിൽ ഉൾപ്പെട്ട കാറിൻ്റെ നമ്പർ തൻ്റേത് തന്നെയാണെന്ന് താൻ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് സംഭവിച്ച തെറ്റാവാനേ സാധ്യതയുള്ളൂ. പോലീസിന് മുമ്പിൽ എൻ്റെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താനാണ് അങ്ങനെ ചെയ്തതെങ്കിൽ കുട്ടികൾ തൻ്റെ പേര് പറയേണ്ടതല്ലേ? കുട്ടികൾക്ക് തന്നെ അറിയാതിരിക്കില്ലല്ലോ എന്നാണ് ശ്രീജിത്ത് രവി പറയുന്നത്. പോലീസ് വിഷയത്തിൽ അന്വേഷണം തുടരുന്നുണ്ട്. അവർ എല്ലാ കാര്യത്തിലും വ്യക്തത തരും എന്നാണ് തൻ്റെ പ്രതീക്ഷ, ശ്രീജിത്ത് രവി പറഞ്ഞു. സ്കൂൾ കുട്ടികൾക്ക് നേരെ നഗ്നത പ്രദർശിപ്പിക്കുകയും അവരെ ഉൾപ്പെടുത്തി സെൽഫി എടുക്കുകയും ചെയ്ത സംഭവത്തിൽ ശ്രീജിത്ത് രവിക്കെതിരെ അന്വേഷണം എന്ന രീതിയിലായിരുന്നു വാർത്ത പ്രചരിക്കുന്നത്. ഒറ്റപ്പാലം പത്തിരിപ്പാലയിലെ പ്രമുഖ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം. സംഘമായി സ്കൂളിലേക്ക് പോകുകയായിരുന്ന പെൺകുട്ടികൾക്കടുത്തെത്തി കാറിലെ ഡ്രൈവർ നഗ്നത പ്രദർശിപ്പിക്കുകയും സെൽഫി എടുക്കുകയും ചെയ്തു എന്നതാണ് പരാതി.